നെടുങ്കണ്ടത്ത് ബാറിൽ വെച്ച് യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച കോട്ടയം സ്വദേശി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെന്നും ജാമ്യത്തിലിറങ്ങിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നുവെന്നും റിപ്പോർട്ട്. സ്പ്ലെൻഡർ ഉണ്ണികൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഇയാൾ ഇരുചക്ര വാഹന മോഷണ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ്. ഇയാളെ റിമാൻഡ് ചെയ്തു. നെടുങ്കണ്ടത്തെ ബാറിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി 22 വയസ്സുകാരനായ കോട്ടയം സ്വദേശി ഉണ്ണികൃഷ്ണൻ 2020 മുതൽ ഒളിവിലുള്ള ഒരാളാണെന്ന് റിപ്പോർട്ട്. ഇരുചക്രവാഹന മോഷണമടക്കം കോട്ടയം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ 6ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ സ്പ്ലെൻഡർ ഉണ്ണികൃഷ്ണൻ എന്നാണ് അറിയപ്പെടുന്നത്. 2 തവണ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കേസും ഇയാൾക്കെതിരെയുണ്ട്. 2020 ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ഒളിവിലായിരുന്നു. തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഒരു കുത്ത് നടന്ന വിരൽ വെച്ച് തുടർന്ന് തന്നെ പോലീസ് പാർട്ടിയെ ഇങ്ങോട്ട് അയച്ചു. പോലീസ് എത്തിയ സമയം ഈ പ്രതി ആയിട്ടുള്ള കോട്ടയം സ്വദേശി രക്ഷപ്പെടാൻ ശ്രമിച്ചു. റോബിൻസൺ എന്ന് പറഞ്ഞ ആൾക്കാണ് കുത്ത് കിട്ടിയത്. പ്രതി എന്ന് പറഞ്ഞ ആള് സ്പൈഡർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കോട്ടയം സ്വദേശിയാണ്. അയാൾ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. ഇവിടെ ഒരു എസ്റ്റേറ്റിലെ ജോലിക്കാരനായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. ഇപ്പം കോട്ടയം ജില്ലയുമായിട്ട് അന്വേഷിച്ചപ്പോൾ നിരവധി കേസുകളുള്ള ഇയാളെ സംബന്ധിച്ച് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നെടുങ്കണ്ട പടിഞ്ഞാറേക്കവലയിലെ ബാറിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് വാക്കേറ്റത്തിനിടെ യുവാവിനെ ഇയാൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൽക്കുന്തൽ സ്വദേശി നടുവത്താനിയിൽ റോബിൻസൺ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇയാൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ബാറിൽ മദ്യപിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ ഉണ്ണികൃഷ്ണൻ കയ്യിലിരുന്ന കത്തി ഉപയോഗിച്ച് റോബിനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. റോബിൻസിന്റെ കഴുത്തിൽ 3 മുറിവേറ്റിട്ടുണ്ട്. ബാർ ജീവനക്കാർ വിവരം അറിയിച്ചതോടെ പോലീസ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി. ഇതോടെ ബാറിൽ നിന്നും ഇറങ്ങിയോടിയ പ്രതിയെ പിന്നാലെ പിന്തുടർന്ന് സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഏപ്രിൽ 4 വരെ റിമാൻഡ് ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, നെടുങ്കണ്ടം.